ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് SSC GD പരീക്ഷയുടെ മുൻവർഷത്തെ ചോദ്യങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, SSC GD പരീക്ഷ എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള പരീക്ഷ ആയിരിക്കില്ല. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളും ഉണ്ടാവും, അതേപോലെ തന്നെ വളരെ ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങളും വരാൻ സാധ്യതയുള്ള ഒരു പരീക്ഷയാണ് SSC GD പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിൽ ഉൾപ്പെടുത്തുന്നത് SSC GD പരീക്ഷകളിൽ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അതായത് റിപ്പീറ്റ് ചെയ്ത് ഒരേ വർഷം തന്നെ പല ഷിഫ്റ്റുകളിൽ ആയി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എക്സാമിന് മുന്നേ ആയിട്ട് നിങ്ങൾ മിനിമം ഈ പറയുന്ന വീഡിയോകളിലെ ചോദ്യങ്ങൾ ഒരു 2-3 പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടാവണം. അതേപോലെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും എല്ലാവരും ഒരു നോട്ടിൽ എഴുതി വെക്കുക, എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്തു നോക്കുക. കാരണം ഇതിൽ പറയുന്ന എല്ലാ ചോദ്യങ്ങളും കഴിഞ്ഞ 2-3 വർഷങ്ങളിലായിട്ട് SSC GD പരീക്ഷയിൽ സ്ഥിരമായി ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, 40-നും 50-നും ഇടയ്ക്കുള്ള അഭാജ്യ സംഖ്യകൾ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് എത്ര എണ്ണം അഭാജ്യ സംഖ്യകളാണ് 40-നും 50-നും ഇടയ്ക്കുള്ളത് എന്നാണ് ചോദ്യം. അപ്പൊ അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതായത് ഒരു സംഖ്യ, ആ സംഖ്യ കൊണ്ടും ഒന്നുകൊണ്ടും മാത്രം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളെയാണ് പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. ഒരിക്കലും 1 അല്ല, 2 ആണ് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ. അത് കഴിഞ്ഞ് വരുന്നത് 3 ആണ്. അത് കഴിഞ്ഞിട്ട് 5, 7 അങ്ങനെ പോകുന്നുണ്ട് അല്ലെ. അപ്പോൾ ഒരുപാട് അഭാജ്യ സംഖ്യകളുണ്ട്. അപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് SSC പരീക്ഷകളിൽ 1-നും 100-നും ഇടയിൽ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്, അല്ലെങ്കിൽ 1-നും 50-നും ഇടയിൽ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്, ഇതൊക്കെ സ്ഥിരമായി ചോദിക്കാറുള്ള ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്നും കൂടെ പറയാണ്, നമുക്ക് വേറൊരു ചോദ്യം കൂടെ വരാൻ സാധ്യതയുള്ളത് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏത് എന്നുള്ള ചോദ്യം സ്ഥിരമായി ചോദിക്കാറുണ്ട്. ശരിയായിട്ടുള്ള ഉത്തരം 2 ആണ്. അതേപോലെ ഇരട്ട സംഖ്യ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈവൺ നമ്പർ ആയിട്ടുള്ള ഒരേ ഒരു അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 2 തന്നെയാണ്. അപ്പൊ 2 ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2 ആണ്. ഇരട്ട സംഖ്യ ആയിട്ടുള്ള ഒരേ ഒരു അഭാജ്യ സംഖ്യ എന്ന് പറയുന്നതും 2 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം, 40-നും 50-നും ഇടയ്ക്കുള്ള അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഉത്തരം 3 ആണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ 41 ആണ്. അത് കഴിഞ്ഞിട്ട് 43 വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 47 വരുന്നുണ്ട്. ഈ 3 സംഖ്യകളെയും ആ സംഖ്യകൾ കൊണ്ടും ഒന്നുകൊണ്ടും മാത്രമാണ് നമുക്ക് ഹരിക്കാൻ പറ്റുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നമുക്ക് 2, 3 കഴിഞ്ഞിട്ട് 4 നമ്മൾ സ്കിപ്പ് ചെയ്തു. കാരണം 4-നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്ന ഒരു സംഖ്യയാണ്. അപ്പോൾ ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ടും ഒന്നുകൊണ്ടും മാത്രം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളെയാണ് അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു പോയിന്റും കൂടെ നോക്കാം. 1 മുതൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് 25 ആണ്. ഇത് SSCയുടെ വേറൊരു സ്ഥിരം ചോദ്യമാണ്. 1 മുതൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം 25 ആണ്. 1 മുതൽ 50 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം 15 ആണ്. ഈ ഒരു പോയിന്റ് ഒന്ന് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. 1-നും 100-നും ഇടയ്ക്ക് 25 അഭാജ്യ സംഖ്യകളുണ്ട്. 1-നും 50-നും ഇടയ്ക്ക് 15 അഭാജ്യ സംഖ്യകളാണ് ഉള്ളത്. അപ്പൊ ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ SSC പരീക്ഷകളിൽ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് ആദ്യം തൊട്ട് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു പോവാം. അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത് ആ സംഖ്യ കൊണ്ടും ഒന്നുകൊണ്ടും ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളാണ്. അതിന് വേറെ ഘടകങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. വേറൊരു ഇരട്ട സംഖ്യയും അഭാജ്യ സംഖ്യയായിട്ട് വരില്ല. 2 മാത്രമാണ് ഇരട്ട സംഖ്യകളിൽ അഭാജ്യ സംഖ്യയായിട്ട് വരുന്നത്. സ്ഥിരമായിട്ട് SSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ എല്ലാവരും ജസ്റ്റ് ഈ ഒരു നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ ചോദ്യം കുറച്ച് ലെങ്തി ആണ്, പക്ഷെ വളരെ എളുപ്പത്തിലുള്ള ചോദ്യമാണ്. SSC GDയുടെ പരീക്ഷകളിലൊക്കെ ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. സംഭവം കാണുന്ന സമയത്ത് ഭയങ്കര ലെങ്തി ആയിട്ട് തോന്നും, പക്ഷെ അത് ചെയ്തു വരുന്ന സമയത്ത് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമായിരിക്കും. അപ്പോൾ ചോദ്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാൻ നോക്കാം. 32,054 32,054 എന്ന 5 അക്ക സംഖ്യയെ 11 കൊണ്ട് ഹരിക്കാൻ കഴിയും. അപ്പൊ ഇവിടെ പറയുന്നത് ഈ ഒരു സംഖ്യയെ 11 കൊണ്ട് ഹരിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ഈ സംഖ്യയെ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ, ആരോഹണ ക്രമം എന്ന് പറയുന്നത് അസെൻഡിങ് ഓർഡർ ആണ്. അതായത് ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതിയാൽ പുതിയ സംഖ്യയെ താഴെ തന്നിരിക്കുന്ന ഏത് സംഖ്യ കൊണ്ട് ഹരിക്കാൻ സാധിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഈ സംഖ്യയെ നമ്മൾ ആരോഹണ ക്രമത്തിൽ ആദ്യം എഴുതണം.
അതായത് ആരോഹണക്രമം എന്ന് പറയുന്നത് ചെറുതിൽ നിന്നും വലുതിലേക്ക്. അപ്പൊ ഏറ്റവും ചെറിയ സംഖ്യ 0 അടുത്തത് വരുന്നത് 2, പിന്നെ 3 വരുന്നു, അത് കഴിഞ്ഞിട്ട് 4, അത് കഴിഞ്ഞിട്ട് 5. അതായത് ഈ സംഖ്യയാണ് പുതിയതായിട്ട് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഖ്യയെ ഏത് സംഖ്യ കൊണ്ടാണ്, താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സംഖ്യ കൊണ്ടാണ് പൂർണ്ണമായിട്ടും ഹരിക്കാൻ സാധിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശരിക്ക് ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് വെറുതെ നമ്മുടെ സമയം കളയാൻ വേണ്ടിയിട്ട് നമ്മളെ കൺഫ്യൂഷൻ അടിപ്പിക്കാൻ വേണ്ടി തന്നിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ പോയിന്റുകൾ ഉള്ള ചോദ്യങ്ങൾ നമുക്ക് SSCയുടെ പരീക്ഷകളിൽ സ്ഥിരമായി കാണാറുണ്ട്. നമുക്കത് നമ്മുടെ ചോദ്യത്തിൽ അതിന് യാതൊരു പ്രസക്തി ഉണ്ടാവില്ല, പക്ഷെ അത് വായിക്കുന്ന സമയത്ത് നമ്മളൊന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പോയിന്റ്സ് അവർ തരും. അപ്പൊ ഇവിടെ ഈ ഒരു ഭാഗത്തിന് യാതൊരുവിധ പ്രസക്തി ഇവിടെ ഇല്ല. ഇവിടെ ചോദിച്ചിട്ടുള്ളത് 0, 2, 3, 4, 5 അല്ലെങ്കിൽ 2345 ഈ തന്നിരിക്കുന്നതിൽ ഏത് സംഖ്യ കൊണ്ട് ആണ് ഹരിക്കാൻ സാധിക്കുക എന്നാണ്. അപ്പൊ ഇവിടെ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താ, 5 അവസാനിക്കുന്ന ഒരു സംഖ്യയാണ്. 5 അവസാനിക്കുന്ന ഒരു സംഖ്യയെ പൂർണ്ണമായിട്ടും ഹരിക്കാൻ സാധിക്കുന്നത് ഏതുകൊണ്ടാണ്? 5 കൊണ്ട് തന്നെയാണ്. അപ്പൊ ഇവിടെ വേറെ കൺഫ്യൂഷൻ ആവശ്യമൊന്നുമില്ല, നമുക്ക് ധൈര്യത്തോടെ ആൻസർ ചെയ്താൻ പറ്റും. 5 എന്ന് തന്നെയായിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ പ്രത്യേകത നമ്മൾ ഈ ചോദ്യത്തിന്റെ ലെങ്ത് കണ്ടിട്ട് ചെയ്യാതിരിക്കരുത് ഒരിക്കലും. കാരണം വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ചോദ്യത്തിനെക്കാട്ടിയും എളുപ്പത്തിലുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ലെങ്തി ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്തു നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങളെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇത് ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ 16 കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ SSCയുടെ പരീക്ഷകൾ എഴുതിയിട്ടുള്ളവർക്ക് അറിയാം, ഇത് സ്ഥിരമായി ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഇത് വരുന്നത് മാത്സിലെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലാണ്. അപ്പൊ നമ്മളെല്ലാവരും ഒരു 13 വരെയുള്ള സംഖ്യകളുടെ ഡിവിസിബിലിറ്റി റൂള് പഠിച്ചിട്ടുണ്ടാവും. ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത് ഒരു സംഖ്യയെ വേറൊരു സംഖ്യ കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ സാധിക്കുമോ എന്ന് അറിയാനുള്ള ട്രിക്കുകളെയാണ് ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത്. ആ ഒരു നിയമങ്ങളെയാണ് ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അതെന്തായാലും എല്ലാവരും പഠിച്ചിട്ടുണ്ടാവണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. അപ്പൊ ഇവിടെ 16 എന്നുള്ള സംഖ്യ കൊണ്ടാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. 16 എന്ന് പറയുന്ന സംഖ്യ കൊണ്ട് ഇതിൽ ഏതിനെയാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 16ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത് 16 എന്ന് പറയുന്നത് എന്താണ്? 2 × 8 ആണ് അല്ലെ? 2 × 8 ആണ് 16. അതായത് 8ന്റെ ഡിവിസിബിലിറ്റി റൂള് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. അല്ലെങ്കിൽ 16ന്റെയും 8ന്റെയും ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ഒരേ ഡിവിസിബിലിറ്റി റൂൾ തന്നെയാണ് 16ന്റെയും 8ന്റെയും വരുന്നത്. അപ്പോൾ 8ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റും. 8ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത് അവസാനത്തെ 3 അക്കങ്ങളെ പൂർണ്ണമായും 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമെങ്കിൽ ആ സംഖ്യയെ നമുക്ക് 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. ഇതാണ് 8ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഈ 168 എന്ന് പറയുന്ന സംഖ്യയിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതായത് ഡിവിസിബിലിറ്റി റൂൾ എന്തായിരുന്നു? 8ന്റെ അവസാനത്തെ 3 അക്കങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും 8 കൊണ്ട് ഹരിക്കാൻ സാധിച്ചാൽ ആ സംഖ്യയെ നമുക്ക് 8 കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 168നെ ജസ്റ്റ് 8 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കാം. അപ്പൊ 16ൽ 8 2 പ്രാവശ്യം അല്ലെ, പൂർണ്ണമായിട്ടും പോവും. പിന്നെ ശിഷ്ടം പിന്നെ വരുന്നത് 8 ആണ്. 8ൽ 8 1 പ്രാവശ്യം, അതായത് 21 8 ആണ് 168. നമുക്കിവിടെ ശിഷ്ടം വരുന്നില്ല അല്ലെ, ശിഷ്ടം ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ഈ 3 അക്ക സംഖ്യയെ നമുക്ക് പൂർണ്ണമായിട്ടും ഹരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ സംഖ്യയും, അതായത് 5168 എന്ന് പറയുന്ന സംഖ്യയും നമുക്ക് പൂർണ്ണമായിട്ടും 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. ഇതാണ് 8ന്റെ ഡിവിസിബിലിറ്റി റൂൾ. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ 3 അക്കങ്ങൾ എടുക്കുകയാണെങ്കിൽ 776നെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാം. അപ്പൊ 7നെ നമുക്ക് 8 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. പക്ഷെ 77നെ നമുക്ക് 8 കൊണ്ട് ഹരിച്ചു നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 9 8 72 ആണ് അല്ലെ. 77ൽ 8 9 പ്രാവശ്യമാണ് പോവുക. 77ൽ നിന്നും 72 പോയി കഴിഞ്ഞാൽ ശിഷ്ടം എത്രയാണ്? 5 ആണ്. അപ്പൊ 5 മാറും, എത്രയായി മാറി? 56 മാറി. അപ്പൊ 56ൽ 8 7 പ്രാവശ്യമാണ് പോവുക. അപ്പൊ 97 പ്രാവശ്യം പൂർണ്ണമായിട്ടും 8 ഇവിടെ പോവും. 776ൽ പോവും. അപ്പോൾ ഇവിടെ ഈ 3 അക്ക സംഖ്യ നമുക്ക് പൂർണ്ണമായിട്ടും ശിഷ്ടമില്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഈ സംഖ്യയും ഈ മുഴുവനായിട്ടുള്ള സംഖ്യയും നമുക്ക് 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ അവസാനത്തെ 3 അക്ക സംഖ്യ 0 1 6 ഇതിനെ 8 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 0ൽ 8 പോവില്ല, 1ൽ
8 പോവില്ല, പക്ഷെ 1ഉം 6ഉം 16ൽ 8 2 പ്രാവശ്യം പോവും, ശിഷ്ടമൊന്നും വരുന്നില്ല. അപ്പോൾ ഈ മൂന്ന് സംഖ്യകളെയും നമുക്ക് 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഉത്തരം ഇത് തന്നെ ആയിരിക്കും. അതായത് നമ്മൾ ജസ്റ്റ് ഈ ഒരു ചോദ്യം ഇത് തന്നെയാണ് ആദ്യം ചെക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റെപ്പിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടും. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. 876നെ 8 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് 8ൽ 8 ഒരു പ്രാവശ്യം പോവും, 2ൽ 8 പോവില്ല, 0 പ്രാവശ്യം അല്ലെ, 0 പ്രാവശ്യമാണ് പോവുക. പിന്നെ 2 ഉണ്ട്, 6 ഉണ്ട്, 26 അല്ലെ, 26ൽ 8 3 പ്രാവശ്യം പോവും, 3 8 24ആണ്. പക്ഷെ അവിടെ ശിഷ്ടം 2 വന്നു. അതായത് ശിഷ്ടം വന്നതുകൊണ്ട്, ശിഷ്ടം ഒരു വാല്യൂ വന്നതുകൊണ്ട് നമുക്ക് ഈ സംഖ്യയെ പൂർണ്ണമായിട്ടും 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ഒരു സംഖ്യയെ 16,826 എന്ന് പറയുന്ന ഒരു സംഖ്യയെ നമുക്ക് 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് 16 കൊണ്ടും നമുക്ക് ഹരിക്കാൻ സാധിക്കില്ല. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 8ന്റെയും 16ന്റെയും ഡിവിസിബിലിറ്റി റൂള് സെയിം ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ 8ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്തായിരുന്നു? അവസാനത്തെ 3 അക്കങ്ങളെ പൂർണ്ണമായിട്ടും 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ സംഖ്യയെ പൂർണ്ണമായിട്ടും 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. ഇതായിരുന്നു 8ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ 24 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചോദ്യം നമ്മൾ ആൻസർ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു SSC GD പരീക്ഷയുടെ പല ഷിഫ്റ്റുകളിലും ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇവിടെ 24 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ 16ന് എങ്ങനെ എഴുതി? 2 × 8 എന്ന് എഴുതി. അപ്പൊ 24 നമുക്ക് എങ്ങനെ എഴുതാം? 3 × 8 എന്ന് എഴുതാം അല്ലെ. അതായത് ഇവിടെ 8ന്റെ ഡിവിസിബിലിറ്റി റൂള് തന്നെയാണ് 24ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു കൺസെപ്റ്റ് എന്തായിരുന്നു? അവസാനത്തെ 3 അക്കങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമെങ്കിൽ നമുക്കിവിടെ ആ സംഖ്യയെ 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. അങ്ങനെയായിരുന്നു നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ 458നെ 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ നോക്കാം. 45ൽ 8 5 പ്രാവശ്യമാണ് അല്ലെ, 5 8 40, ശിഷ്ടം 5, 5ഉം 8ഉം വരുമ്പോൾ 58ആയി മാറി. 58നെ നമുക്ക് 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇതിനെ നമുക്ക് 24 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. അടുത്തത് 1860 ആയിരുന്നു. അവസാനത്തെ 3 അക്കങ്ങൾ എടുത്തു. 8നെ 8 കൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യം ഹരിക്കാൻ പറ്റും. അടുത്തത് 6ആണ്. 6ന് നമുക്ക് ഹരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളിവിടെ 0 ഇട്ടു. 60ൽ 8 കറക്റ്റ് ആയിട്ട് പോവില്ല. അപ്പോൾ ശിഷ്ടം വരുന്നത് കൊണ്ട് ഇതും ആയിരിക്കില്ല നമ്മുടെ ഉത്തരം. അടുത്തത് 2940 ആണ്. 8 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് 9ൽ 8 ഒരു പ്രാവശ്യമാണ് പോവുക. ശിഷ്ടം 1, 1 4 14. 14ൽ 8 പോകുന്നത് ഒരു പ്രാവശ്യമാണ്. ശിഷ്ടം 6 വരും. 60ൽ 8 കറക്റ്റ് ആയിട്ട് പോവില്ല. ശിഷ്ടം വരുന്നതുകൊണ്ട് ഇതും നമ്മുടെ ഉത്തരമായിരിക്കില്ല. ഈ പറയുന്ന ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ഉത്തരം. അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഉറപ്പിച്ച് എഴുതാൻ പറ്റും അത് തന്നെ ആയിരിക്കും ഉത്തരം. എങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. 856 ആണ് അവസാനത്തെ 3 അക്കം. 8ൽ 8 ഒരു പ്രാവശ്യം പോകും. 5ൽ 8 0 പ്രാവശ്യമാണ് പോവുക. അപ്പൊ 5 6 56. 56ൽ 8 പോകുന്നത് 7 പ്രാവശ്യമായിരിക്കും. അപ്പോൾ 107 കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് ഇവിടെ കിട്ടും. ശിഷ്ടം വരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. അപ്പോൾ നോക്കി നോക്കൂ, നമ്മൾ പഠിച്ച ഒരു കൺസെപ്റ്റ് കൊണ്ട് നമുക്ക് ഒരു ഷിഫ്റ്റിലല്ല, ഒരു വർഷത്തെ 2 SSC പരീക്ഷകളിലാണ് അതേ ചോദ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതേ മോഡൽ ചോദ്യങ്ങൾ എല്ലാ ഷിഫ്റ്റിലും ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഡിവിസിബിലിറ്റി റൂൾ എല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഉടനെ തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം 63(8)(a) 435 63(8)(a) 435 എന്ന സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമെങ്കിൽ എയുടെ സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള ഏറ്റവും ചെറിയ നമ്പർ ഏത് ആണ് എന്നാണ് ചോദ്യം. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: 4, 1, 3, 2. അപ്പോൾ ഇതും ഡിവിസിബിലിറ്റി റൂളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 3ന്റെ ഡിവിസിബിലിറ്റി റൂളാണ്. 3ന്റെ ഡിവിസിബിലിറ്റി റൂൾ പറയുന്നത് ഒരു സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമെങ്കിൽ ആ സംഖ്യയുടെ തുക, ആ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 3ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കുമെന്നാണ് 3ന്റെ ഡിവിസിബിലിറ്റി റൂൾ പറയുന്നത്. അപ്പൊ നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇപ്പോ 3, 2, 1 എന്ന് പറയുന്ന ഒരു സംഖ്യ 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്ന ഒരു സംഖ്യയാണ്. അപ്പൊ ഇവിടെ നമ്മൾ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന എത്രയാണ്? 3ഉം 2ഉം 5, 5ഉം 1ഉം 6 എന്ന് കിട്ടും അല്ലെ. 3, 2, 5, 5, 1, 6 എന്ന് കിട്ടും. അതായത് ഈ കൂട്ടി കിട്ടുന്ന 6 എന്ന് പറയുന്നത് 3ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഒരു ചെറിയൊരു ഉദാഹരണം കൂടി നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം
27 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ. 9 3 27 അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കണം? 3ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പൊ ഇവിടെ 2ഉം 7ഉം 9 എന്ന് കിട്ടി. 9 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം ഇവിടെ പറയുന്ന കൺസെപ്റ്റ് ഇവിടെ ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോ ഈ ഒരു വലിയൊരു സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടേണ്ടത് എന്താണ്? 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കാം. 5ഉം 3ഉം 8, 8ഉം 4ഉം 12. നമ്മൾ എ ഒഴിവാക്കുന്നു. 12ഉം 8ഉം 20, 20ഉം 3ഉം 23, 23ഉം 6ഉം 23ഉം 6ഉം 29 എന്ന് കിട്ടുന്നു അല്ലെ. അപ്പോൾ എ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള സംഖ്യകളൊക്കെ കൂട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് 29 ആണ്. അപ്പോൾ ഈ ഒരു സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമെങ്കിൽ ഈ എ കൂടെ ചേരുന്ന സമയത്ത് ഇതെന്തായി മാറണം? 3ന്റെ മൾട്ടിപ്പിൾ ആയി മാറണമെന്നാണ് 3ന്റെ ഡിവിസിബിലിറ്റി റൂൾ പറയുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 29 കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന 3ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? 30 അല്ലേ. 30 ആണ് 29 കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന 3ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോ 1 ഇവിടെ ആഡ് ചെയ്യേണ്ടത്. അപ്പൊ എയുടെ വാല്യൂ എന്തായിരിക്കണം? 1 ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി കൂട്ടുന്ന സമയത്ത് 30 എന്ന് കിട്ടും. അപ്പോ 3 കൊണ്ട് ഈ സംഖ്യയെ ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവിടെ ഏറ്റവും ചെറിയ സംഖ്യയാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ ബി 1 ആയിരിക്കും ഉത്തരം. അപ്പൊ ഡിവിസിബിലിറ്റി റൂൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കുക. എല്ലാ ഡിവിസിബിലിറ്റി റൂളും, ഒരു 13 വരെയുള്ള സംഖ്യകളുടെ ഡിവിസിബിലിറ്റി റൂള് എന്തായാലും എല്ലാവരും പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. അടുത്ത ചോദ്യം, 4, 5, 6 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന, അതായത് ഈ സംഖ്യകൾ കൊണ്ട് 4, 5, 6 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ എല്ലാ പ്രാവശ്യവും 3 ശിഷ്ടം വരുന്നത് ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ഏത് എന്നാണ് ചോദ്യം. അതായത് ഇതിലെ ഏതോ ഒരു മൂന്നക്ക സംഖ്യയെ 4 കൊണ്ടും 5 കൊണ്ടും 6 കൊണ്ടും ഹരിക്കുന്ന സമയത്ത് എല്ലാ പ്രാവശ്യവും എല്ലാ കേസിലും ശിഷ്ടം വരുന്നത് 3 ആണ്. അത് ഏതാണ് സംഖ്യ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ചോദ്യത്തിന് നമ്മൾ 2 തരത്തിലാണ് ഇവിടെ ആൻസർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതില് ആദ്യമായിട്ട് നമ്മൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കാനുള്ള ഒരു മെത്തേഡാണ്. ഇത് എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള ഷോർട്ട് കട്ടോ ഇക്വേഷൻസോ ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ആ സമയത്ത് ചെയ്യേണ്ടത് ഓപ്ഷൻ ഉത്തരം തിരഞ്ഞെടുക്കാനാണ്. അപ്പൊ ആ ഒരു മെത്തേഡാണ് നമ്മൾ ആദ്യം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഷോർട്ട് കട്ട് മെത്തേഡ് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യുന്നത് 4ഉം 5ഉം 6ഉം ഉണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഹരിക്കാനും ഗുണിക്കാനും ഒക്കെ സാധിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് 5 ആണ്. അപ്പോ ഏറ്റവും ആദ്യം നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ 129നെ 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 5ന്റെ മൾട്ടിപ്പിൾ അവസാനിക്കുന്നത് 5 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 0. അപ്പോൾ 129ന് തൊട്ട് താഴെ ഉള്ള 5ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? 125 ആയിരിക്കും അല്ലെ. 125 വരെയാണ് നമുക്ക് 5 കൊണ്ട് ഹരിക്കാൻ സാധിക്കുള്ളൂ. ബാക്കി ശിഷ്ടം വരുന്നത് എന്തായിരിക്കും? 4 ആയിരിക്കും അല്ലെ. അപ്പോ ഇവിടെ 129നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ശിഷ്ടം എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. നമുക്ക് പക്ഷെ എല്ലാ കേസിലും വേണ്ടത് 3 ആയതുകൊണ്ട് ഇത് നമ്മുടെ ഉത്തരമായിരിക്കില്ല. ഇനി 123 നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 5ന്റെ പൂർണ്ണമായിട്ടും ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യ 123ന് താഴെ വരുന്നത് 120 ആണ്. അപ്പൊ നമുക്കിവിടെ 3 ശിഷ്ടം വരും. അപ്പൊ ഇതാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അതിനെ അവിടെ നിർത്തുന്നു. അടുത്തത് 117ലേക്ക് പോകുന്നു. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ 117ന് തൊട്ട് താഴെയുള്ള 5 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 115 ആണ്. പക്ഷെ ഇവിടെ ശിഷ്ടം വരുന്നത് 115 മാറ്റിക്കഴിഞ്ഞാൽ ശിഷ്ടം വരുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പൊ ഇത് നമ്മുടെ ഉത്തരവാൻ സാധ്യതയില്ല. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ 113 അല്ലെ. 113നെ നമുക്ക് 5 കൊണ്ട് ഹരിക്കുമ്പോൾ 110 വരെ ഹരിക്കാൻ സാധിക്കും. പക്ഷെ ഇവിടെ 3 ശിഷ്ടം വരും. അപ്പൊ നമുക്ക് ഇതും ആവാൻ സാധ്യതയുണ്ട്. ഈ വരുന്ന ഒരു ഉത്തരവും വരാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 4 കൊണ്ട് ജസ്റ്റ് ഒന്ന് ഹരിച്ചു നോക്കാം. 4 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് അപ്പൊ നമുക്ക് ഈ സ്റ്റെപ്പ് തന്നെ നമുക്ക് ഇവിടെ ഉത്തരം കിട്ടും. കാരണം 4 കൊണ്ട് ഇവിടെയും ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. 4 കൊണ്ട് 123നെ ഹരിക്കുന്ന സമയത്ത് 12ൽ 4 3 പ്രാവശ്യം അല്ലെ. 3ൽ 4 പോവില്ല, 0 പ്രാവശ്യമാണ് പോവുക. അപ്പൊ നമുക്ക് ഇവിടെ 0 എന്ന് എഴുതാൻ പറ്റും. അതായത് 30 × 4 എന്ന് പറയുന്നത് 120 ആണ്. ശിഷ്ടം എത്ര വരുന്നുണ്ട്? 3 വരുന്നുണ്ട് അല്ലെ.
അപ്പൊ ഇവിടെയും നമുക്ക് എന്ത് കിട്ടി? ശിഷ്ടം 3 എന്ന് കിട്ടി. ഇനി 6 കൊണ്ട് ഹരിച്ചു നോക്കിയാലും നമുക്കറിയാം 20 × 6 120 ആണ്. അവിടെയും ശിഷ്ടം എന്ത് വരുന്നുണ്ട്? 3 എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും നമ്മളെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. പിന്നെ ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാലും നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് ശിഷ്ടം 3 കിട്ടില്ല. 4 കൊണ്ട് ഹരിച്ചാലും 6 കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം 3 എന്ന് കിട്ടില്ല. അപ്പൊ നമുക്ക് ഇതാണ് ഉത്തരം എന്ന് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഷോർട്ട് കട്ട് അറിയാത്ത സാഹചര്യത്തിലാണ് നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നത്. അല്ലാത്ത പക്ഷം ഇങ്ങനത്തെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് പഠിച്ച ഓർമ്മ വരികയാണെങ്കിൽ ഇത്ര ചെയ്താൽ മതി. ഈ 3 സംഖ്യകളും കൂടി പരസ്പരം ഗുണിക്കുക, എന്നിട്ട് ശിഷ്ടമായി വരുന്ന സംഖ്യയെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. അതായത് 5 × 4 എത്രയാണ്? 20 ആണ്. 20 × 6 120 ആണ്. 120 + 3 123 എന്നുള്ള ഉത്തരം കിട്ടും. അപ്പൊ 2 മെത്തേഡും നമുക്ക് ആവശ്യമാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഓരോ ഓപ്ഷനായിട്ട് നമ്മൾ ചെക്ക് ചെയ്തു. ഇൻ കേസ് നമുക്ക് ഈ ഒരു ഷോർട്ട് കട്ട് ഓർമ്മയുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് ഇത് 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഏതൊക്കെ സംഖ്യകൾ കൊണ്ടാണോ ഹരിക്കുന്നത് ആ 3 സംഖ്യകൾ കൊണ്ട് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക. എന്താണോ ശിഷ്ടം വരുന്നത് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടും. അല്ലാത്ത പക്ഷം, ഇത് ഓർമ്മയില്ലാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഓപ്ഷന് നമുക്ക് ഉത്തരം എടുത്തെഴുതാൻ സാധിക്കും. ഇതൊന്നും ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തത്ര സമയം നമുക്ക് ആവശ്യമില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാലോചിച്ച് തന്നെ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്ത ചോദ്യം, y എന്ന നമ്പറിനെ 225 കൊണ്ട് ഹരിച്ചാൽ 33 ശിഷ്ടം ലഭിക്കും. അതേ സംഖ്യയെ 15 കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്ന ശിഷ്ടം ഏത് എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഇതിന് ഷോർട്ട് കട്ട് ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് കട്ട് ഉണ്ട്. അതായത് ഇങ്ങനെ തരാത്തൊരു സംഖ്യയെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത്, അങ്ങനെ ഒരു സംഖ്യയെ നമ്മൾ സൃഷ്ടിക്കുകയാണ്, അസ്യൂം ചെയ്തെടുക്കുകയാണ്. അതായത് y എന്ന നമ്പറിനെ 225 കൊണ്ട് ഹരിച്ചാൽ 33 ശിഷ്ടം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്നത് 225ഉം ശിഷ്ടം വരുന്ന 33 ആണ്. അപ്പൊ 225ഉം 33ഉം കൂട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 258 ആണ്. അപ്പോൾ ഈ ഒരു സംഖ്യ y ആവാൻ സാധ്യതയുള്ള ഒരു സംഖ്യയാണ്. കാരണം എന്താ? 225 പ്ലസ് ശിഷ്ടം 33, അതായത് 258നെ 225 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്താണ്? 258ൽ 225 ഒരു പ്രാവശ്യമാണ് പോവുക. ശിഷ്ടം എത്രയാണ്? 258ൽ നിന്നും 225 കുറച്ചാൽ കിട്ടുന്ന എത്ര തന്നെയാണ്? 33 തന്നെയാണ്. അതായത് 33 നമുക്ക് ശിഷ്ടം ലഭിക്കും. അപ്പോൾ y ആവാൻ സാധ്യതയുള്ള ഒരു സംഖ്യയാണ് ഈ പറയുന്ന 258 എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ഷോർട്ട് കട്ട് എല്ലാം അപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? അങ്ങനെ ഒരു സംഖ്യയെ തന്നെ നമ്മളിവിടെ അസ്യൂം ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇനി വളരെ എളുപ്പത്തിൽ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റും. കാരണം 258 ആണ് ഈ സംഖ്യ എങ്കിൽ നമുക്ക് അവിടെ അതിനെ 15 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എന്താണ്? 25ൽ 15 ഒരു പ്രാവശ്യം പോകും അല്ലെ? ബാക്കി എത്ര ഉണ്ട്? 25ൽ നിന്നും 15 പോയി കഴിഞ്ഞാൽ ബാക്കി 10 ആണ്. 10ഉം 8ഉം എത്ര വരും? 108 വരും. 108ൽ 15 പോകുന്നത് എത്ര പ്രാവശ്യമാണ്? 7 പ്രാവശ്യമാണ്. അപ്പൊ 7 പ്രാവശ്യം 15 പോയി കഴിഞ്ഞാൽ 105 പോയി കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് എത്രയാണ്? 3 എന്നുള്ള ശിഷ്ടമാണ് വരിക. അപ്പൊ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്തായിരിക്കും? 3 എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടും. അപ്പൊ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. അധികം സമയമൊന്നും പോകുന്നില്ല അല്ലെ? നമ്മൾ ജസ്റ്റ് രണ്ട് സ്റ്റെപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ സ്റ്റെപ്പിന്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ തന്നെ ഉത്തരം കിട്ടും. അല്ലെങ്കിൽ ജസ്റ്റ് ഇത്ര ചെയ്താൽ മതി. 33നെ ഈ പറയുന്ന 15 കൊണ്ട് ഹരിക്കുക. അപ്പൊ നമുക്കിവിടെ 2 പ്രാവശ്യം പോകും. ശിഷ്ടം വരുന്നത് എത്രയാണ്? 3 ശിഷ്ടം വരിക അല്ലെ? 2 15 30 ശിഷ്ടം എത്രയാണ്? 3 ആണ്. അപ്പൊ 3 എന്നുള്ള ശിഷ്ടം കിട്ടും. അത് തന്നെയാണ് ഇവിടെയും നമുക്ക് കിട്ടിയത്. പക്ഷേ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡും കൂടെ ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ രീതിയിൽ കുറച്ച് ട്വിസ്റ്റ് ചെയ്തിട്ട് ചോദ്യം വന്നു കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ സാധിക്കും. അടുത്ത ചോദ്യവും ഡിവിസിബിലിറ്റി റൂളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. 4 2 9 7 1 K2 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ തന്നിട്ടില്ല എന്ന സംഖ്യയെ 44 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമെങ്കിൽ K എത്രയാണ് എന്നാണ് ചോദ്യം. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 6 5 7 4 എന്നുള്ള 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഡിവിസിബിലിറ്റി റൂൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം 44 എന്ന് പറയുന്നത് എന്താണ്? 4 × 11 ആണ്. അതായത് 44 കൊണ്ട് ഈ സംഖ്യ ഹരിക്കാൻ സാധിക്കുമെങ്കിൽ അതിനെ 4 കൊണ്ടും ഹരിക്കാൻ സാധിക്കണം, 11 കൊണ്ടും നമുക്ക് ഹരിക്കാൻ സാധിക്കണം. അപ്പൊ നമ്മളിവിടെ ആദ്യം ചെക്ക് ചെയ്യുന്നത് 11ന്റെ ഡിവിസിബിലിറ്റി റൂളാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇവിടെ തന്നെ ഒന്ന് എഴുതാം. 11ന്റെ ഡിവിസിബിലിറ്റി റൂൾ പറയുന്നത് ആൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള നമ്പറുകളുടെ സമ്മുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 0 അല്ലെങ്കിൽ 11 അല്ലെങ്കിൽ 11ന്റെ
മൾട്ടിപ്പിൾസ് ആവണം. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ആൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ്, അതായത് ആദ്യത്തെ നമ്പർ, അടുത്ത നമ്പർ കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ നമ്പർ, വീണ്ടും ആൾട്ടർനേറ്റിംഗ് ആയിട്ട് വരുന്ന അടുത്ത നമ്പർ, ആൾട്ടർനേറ്റിംഗ് ആയിട്ട് വരുന്ന അടുത്ത നമ്പർ. അപ്പോൾ ഒന്നിടവിട്ടുള്ള നമ്പറുകളുടെ സമ്മുകൾ തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസം എന്ന് പറയുന്നത്, തുകകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾസിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം എന്നാണ് 11ന്റെ ഡിവിസിബിലിറ്റി റൂൾ പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ആദ്യത്തെ സെറ്റിന്റെ സം ഒന്ന് എടുത്തു നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 9 13, 13 1, 14, 14 2 16 അല്ലെ. നമുക്ക് എന്ത് കിട്ടി? ആദ്യത്തെ ആൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് 16 എന്ന് കിട്ടി. ഇനി അടുത്ത ആൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് 2 7 കെ ആണ്. അപ്പോൾ 7 2 9, 9 കെയും കൂട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 9 പ്ലസ് കെ എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം ഈ 16ൽ നിന്നും 9 പ്ലസ് കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കേണ്ടത് എന്താണ്? 0 അല്ലെങ്കിൽ 11ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പൊ നമുക്കിവിടെ ജസ്റ്റ് ഓപ്ഷൻസ് ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും. 16ൽ നിന്നും 9 പ്ലസ് ഒരു വാല്യൂ ആണ്. അപ്പൊ 16ൽ നിന്നും 16 പോകാനുള്ള ഒരു സാധ്യത മാത്രമേ ഉള്ളൂ അല്ലെ. 9 പ്ലസ് എന്ന് പറയുന്ന സമയത്ത് 9 പ്ലസ് 6 ആവാം. 9 പ്ലസ് 6 എന്ന് പറയുന്നത് 15 ആണ്. 16ൽ നിന്നും 15 പോയാൽ നമുക്ക് ലഭിക്കുന്ന 1 ആണ്. നമ്മുടെ ഡിവിസിബിലിറ്റി റൂൾ അത് ഫോളോ ചെയ്യുന്നില്ല. അടുത്തത് 5 ആണ്. 9 5 14. നമുക്ക് ഡിഫറൻസ് വരുന്നത് 2 ആണ്. നമുക്ക് നമ്മുടെ ഡിവിസിബിലിറ്റി റൂൾ അതും ഫോളോ ചെയ്യുന്നില്ല. അടുത്ത ഓപ്ഷൻ 7 ആണ്. അപ്പൊ 9 പ്ലസ് 7 എന്താവാൻ സാധ്യതയുണ്ട്? 16 ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ 16 മൈനസ് 16 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 0 എന്നുള്ള വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ ഈ കെയുടെ സ്ഥാനത്ത് 7 വന്നാൽ മാത്രമാണ് ആൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സിന്റെ സമ്മ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായി മാറുള്ളൂ? 0 ആയി മാറുള്ളൂ. ഇവിടെ വേറൊരു സാധ്യതയും വരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്തായിരിക്കും? 7 തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഡിവിസിബിലിറ്റി റോള്, 11ന്റെ ഡിവിസിബിലിറ്റി റോൾ എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ 8ന്റെ പഠിച്ചു, അതേപോലെ 3ന്റെ പഠിച്ചു, ഇപ്പോൾ 11ന്റെ കൂടെ പഠിച്ചു. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എക്സാമിന് ഒരു 2 ആഴ്ച മുന്നേ ആയിട്ട് ഒന്നും കൂടെ ഒന്ന് ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. അടുത്ത ചോദ്യം, 3/27നെ 26 കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്ന ശിഷ്ടം റിമൈൻഡർ ഏത് എന്നാണ് ചോദ്യം. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ഒക്കെ ഒരു ജസ്റ്റ് ഒരു ട്രിക്ക് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. അതായത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ 3/27നെ 26 കൊണ്ട് ഹരിച്ചാൽ, അപ്പൊ ഇതൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു മോഡലാണ്. നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം. ഇപ്പോ 3 സ്ക്വയർ എന്ന് പറയുന്ന സംഖ്യയെ, ഇത് വരാൻ സാധ്യതയുള്ള ഒരു മോഡലാണ്. 3 സ്ക്വയർ എന്ന് പറയുന്ന സംഖ്യയെ 2 കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്ന ശിഷ്ടം, അല്ലെങ്കിൽ 3/4നെ 2 കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്ന ശിഷ്ടം. ഇതിന്റെയൊക്കെ ഉത്തരം എന്ന് പറയുന്നത് 3നെ 2 കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്ന ശിഷ്ടം തന്നെയായിരിക്കും ഇതിന്റെ ഉത്തരം. അതായത് 3നെ 2 കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്ന ശിഷ്ടം എന്താണ്? 1 ആണ് അല്ലെ. ഇതേ ചോദ്യം തന്നെ നമുക്ക് ഇവിടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഇപ്പൊ 4/5നെ 3 കൊണ്ട് ഹരിച്ചാൽ, അതായത് മേലെ തന്നിരിക്കുന്നതിനേക്കാൾ ഒരു സംഖ്യ കുറവാണ് ഇവിടെ വരിക. അപ്പൊ 4/5നെ അല്ലെങ്കിൽ 4/6നെ 4/7നെ തൊട്ടടുത്ത് കിടക്കുന്ന, തൊട്ട് താഴെ കിടക്കുന്ന 3 കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്ന ശിഷ്ടം എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇതേ മോഡൽ ചോദ്യമാണ് ഇവിടെയും തന്നിരിക്കുന്നത്. പക്ഷെ നോക്കി നോക്കൂ, ഇവിടെ 3/27 ആണ്, താഴെ വരുന്നത് എന്താണ്? 26 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 27 വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? 1 എന്നുള്ള ശിഷ്ടം നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ 3/27നെ നമ്മൾ എന്താക്കി മാറ്റുകയാണ്? 27 ആക്കി മാറ്റുകയാണ്. ഇത് എക്സ്പോണൻസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കൃത്യംഗ നിയമങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ നമുക്കറിയാം 3/27നെ കൃത്യംഗ നിയമങ്ങളുടെ നിയമം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 3/27 നമുക്ക് 3/3 ഇൻറ്റു 9 എന്ന് എഴുതാൻ പറ്റും അല്ലെ. 3/27 നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 3/3 ഇൻറ്റു 9 എന്ന് എഴുതാൻ പറ്റും. ഇനി 3 ഇൻറ്റു 9 എന്ന് പറയുന്നത് 27 ആണ്. ഇനി കൃത്യംഗ നിയമങ്ങളിലെ ഒരു ഇക്വേഷൻ വരുന്നുണ്ട്. അത് എന്തായാലും നമ്മൾ എന്തായാലും ആ ഒരു ടോപ്പിക്ക് കവർ ചെയ്തിട്ടാണ്, എക്സാമിന് മുന്നേ കവർ ചെയ്തിട്ടാണ് നമ്മളൊരു ഈ ഒരു വീഡിയോ സീരീസ് അവസാനിപ്പിക്കുള്ളൂ. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എക്സ്പോണൻസ്. അതിൽ വരുന്നൊരു റൂള് പ്രകാരം a⁻x ഇൻറ്റു y എന്ന് പറയുന്നത് a⁻x ഹോൾ റേസ് ടു y ആണ്. ശ്രദ്ധിക്കുക, a⁻x ഇൻറ്റു y എന്ന് പറയുന്നത് a⁻x ഹോൾ റേസ് ടു y ആണ്. അപ്പൊ ഇവിടെ 3/3 ഇൻറ്റു 9 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും?
3/3 ഹോൾ റേസ് ടു 9 എന്ന് എഴുതാൻ സാധിക്കും അല്ലെ. ഇനി നോക്കി നോക്കൂ, 3/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3/3 എന്ന് പറയുന്നത് 3 × 3 × 3 3 × 3 എന്ന് പറയുന്നത് 27 ആണ് അല്ലെ. 3ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്. അപ്പോൾ ഈ ഒരു വാല്യൂ എന്തായി മാറി? 27/9 എന്നായി മാറി. ഈ സംഖ്യയെ 26 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ശിഷ്ടം എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 725x3 എന്ന സംഖ്യയെ 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമെങ്കിൽ എക്സ് ആവാൻ സാധ്യതയുള്ള, ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ നമ്മളിപ്പോ ഈ ഒരു 10 ക്വസ്റ്റ്യൻസിൽ തന്നെ എത്ര നമ്പർ ഡിവിസിബിലിറ്റി റൂളിൽ നിന്നുള്ള ചോദ്യങ്ങൾ കണ്ടുവന്ന് നോക്കുക. അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് 9ന്റെ ഡിവിസിബിലിറ്റി റൂളാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ 3ന്റെ ഡിവിസിബിലിറ്റി റൂളുമായി സാമ്യമുള്ള അതേ ഒരു മെത്തേഡ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് 9 കൊണ്ട് ഒരു സംഖ്യയെ ഹരിക്കാൻ സാധിക്കുമെങ്കിൽ ആ സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കേണ്ടത് 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. നമുക്കൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഇപ്പോ 918 എന്ന് പറയുന്ന സംഖ്യയെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യയാണ്. അപ്പോൾ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കേണ്ടത് 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. നമുക്ക് നോക്കാം. 9 × 1 10, 10 × 8 18 അല്ലെ. 18 എന്ന് പറയുന്ന സംഖ്യ എന്താണ്? 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഈ ഒരു സംഖ്യയെ നമുക്ക് 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്ന ഒരു സംഖ്യയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കിയാൽ മതി, നമുക്ക് ഉത്തരം കിട്ടും. 7 × 2 9, 9 × 5 14, 14 × 3 17 അല്ലെ. 7 × 2 9, 9 × 5 14, 14 × 3 17. ഈ എക്സ് കൂടി കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക? 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്ന ഈ ഒരു വാല്യൂ നമുക്ക് കിട്ടുക. ആ കിട്ടുന്ന സമയത്ത് എന്തായിരിക്കണം? ഈ എക്സും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 17നോട് എക്സ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 9ന്റെ ഒരു മൾട്ടിപ്പിൾ കിട്ടണം. 17 കഴിഞ്ഞിട്ട് വരുന്ന എക്സിന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? 18 ആണ്. അത് നമുക്ക് എപ്പോഴാണ് ലഭിക്കുക? എക്സ് എന്ന് പറയുന്ന വാല്യൂ 1 ആയിരിക്കണം അല്ലെ. എക്സിന്റെ വാല്യൂ 1 ആയാൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? 18 എന്ന് പറയുന്ന 9ന്റെ മൾട്ടിപ്പിൾ കിട്ടുള്ളൂ. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കണം. അപ്പൊ ഈ ഒരു ഡിവിസിബിലിറ്റി റൂള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 9ന്റെ സ്ഥിരമായി ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.